എങ്ങനെയാണ് സ്പാർക്കിൽ ഏൺ ലീവ് സറണ്ടർ പ്രോസസ്സ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അതിനുള്ള 7 സിമ്പിൾ സ്റ്റെപ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. വളരെ ലളിതമായ 7 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ഏൺ ലീവ് സറണ്ടർ പ്രോസസ്സ് ചെയ്തെടുക്കാം. അത് ഓരോ സ്റ്റെപ്പുകളായിട്ട് നോക്കാം. ആദ്യത്തേത് നമ്മൾ ഏൺ ലീവ് നമ്മുടെ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു ജീവനക്കാരന്റെയും ഏൺ ലീവ് സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഇവരുടെ ഏൺ ലീവ് സറണ്ടർ നമുക്ക് പ്രോസസ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം നമുക്കറിയാലോ, 30 ദിവസത്തെ ലീവാണ് പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സറണ്ടർ ചെയ്യാൻ പറ്റുന്നത്. ഈ 30 ലീവ് അവരുടെ ക്രെഡിറ്റിൽ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ സ്പാർക്ക് അക്കൗണ്ടിൽ കയറി ഏൺ ലീവ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലീവ് സറണ്ടർ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അതിന് 2 രീതിയുണ്ട്. ഒന്ന്, പേഴ്സണൽ ലോഗിനിൽ കയറിയിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലർക്കിന്റെ ലോഗിനിലൂടെ. അതെല്ലാം നമ്മൾ വിശദമായിട്ട് ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യാൻ പോവുകയാണ്. അടുത്തത് വെരിഫൈ ആൻഡ് അപ്രൂവ് ബൈ DDO ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ DDO എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം, അപ്രൂവ് ചെയ്യണം. അടുത്തത് ഈ അപ്രൂവ് ചെയ്ത ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് DDO അല്ലെങ്കിൽ കൺട്രോളിംഗ് ഓഫീസർ ഇതിന് സാങ്ഷൻ ചെയ്യണം. അപ്പോൾ എല്ലാ ഓഫീസിലും DDO തന്നെയാണ് കൺട്രോളിംഗ് ഓഫീസർ നമുക്ക് പറയാൻ പറ്റില്ല. പല ഓഫീസുകളിലും DDO തന്നെ കൺട്രോളിംഗ് ഓഫീസറായിട്ട് വരുന്നുണ്ട്. എന്നാൽ മറ്റു ചില ഓഫീസുകളിൽ DDOയും കൺട്രോളിംഗ് ഓഫീസറും 2 ആൾക്കാരായിരിക്കും. അങ്ങനെ വരുമ്പോൾ കൺട്രോളിംഗ് ഓഫീസറാണ് DDO വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത് വിട്ട ഏൺ ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ. ആരാണ് ഏൺ ലീവ് സറണ്ടർ സാങ്ഷൻ ചെയ്യേണ്ടത്? ഈ കൺട്രോളിംഗ് ഓഫീസറാണ്. അടുത്തത് ലീവ് സറണ്ടർ പ്രോസസിംഗ് ആണ്. ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ വന്നു, അതിനെ വെരിഫൈ ചെയ്തു, അപ്രൂവ് ചെയ്തു, സാങ്ഷൻ ചെയ്തു. ഇനി ആ ലീവ് സറണ്ടർ എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യാൻ പോവുകയാണ്. അടുത്തത് ഈ പ്രോസസ്സ് ചെയ്ത ലീവ് സറണ്ടറിന്റെ ബില്ല് ജനറേറ്റ് ചെയ്യുക. ഈ ജനറേറ്റ് ചെയ്ത ബില്ല് സബ്മിറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള 7 വളരെ ലളിതമായ സ്റ്റെപ്പുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീവ് സറണ്ടറിന്റെ ആപ്ലിക്കേഷൻ വന്നാൽ അതിനെ പ്രോസസ്സ് ചെയ്ത് പൈസ നമ്മുടെ അക്കൗണ്ടിലേക്കോ PFലേക്കോ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അപ്ഡേഷൻ ഓഫ് ഏൺ ലീവ് ഇൻ സ്പാർക്ക് ആണ്. ഇത് കുറച്ച് വിശാലമായ ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോടൊപ്പം ഇത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ വീഡിയോ ലെങ്ത് കൂടിപ്പോവും. മറ്റൊരു വീഡിയോ ആയി വർക്കിംഗ് ക്ലാസ് ഇതിനെ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഏൺ ലീവ് സറണ്ടർ എങ്ങനെ പ്രോസസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു ലീവ് സറണ്ടർ ആപ്ലിക്കേഷനിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ. ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ 2 രീതിയിലുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. പേഴ്സണൽ ലോഗിനിൽ കയറി അപ്ലൈ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ക്ലർക്കിന്റെ ലോഗിനിൽ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലോഗിനിൽ കയറിയിട്ട് നമുക്ക് ലീവ് അപ്ലൈ ചെയ്യാം. അതിൽ ഓരോ രീതികളും നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പേഴ്സണൽ ലോഗിനിലൂടെ എങ്ങനെ ലീവ് സറണ്ടർ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ നേരെ പോകുന്നു സ്പാർക്കിലേക്ക്. ഞാനിവിടെ ഒരു എംപ്ലോയിയുടെ പേഴ്സണൽ ലോഗിനിൽ കയറാൻ പോവുകയാണ്. ഇത് എങ്ങനെയാണ് പേഴ്സണൽ ലോഗിൻ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയില്ലെങ്കിൽ വർക്കിംഗ് ക്ലാസിന്റെ മറ്റൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ട് നോക്കിക്കൊള്ളുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഐ ബട്ടണിലും നിങ്ങൾക്കത് കാണാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ സൈൻ ചെയ്യുന്നു. ഇത് ഒരു ജീവനക്കാരന്റെ പേഴ്സണൽ ലോഗിനിലാണ്. ഇവിടെ സർവീസ് മാറ്റേഴ്സ് നോക്കുക. സർവീസ് മാറ്റേഴ്സിൽ ലീവ് സറണ്ടർ എന്നൊരു പോർഷൻ കാണാം. ആ ലീവ് സറണ്ടറിൽ ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ ഇവിടെ നോക്കുക. ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ. ഈ ജീവനക്കാരന്റെ ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ നമ്മൾ നൽകാൻ പോവുകയാണ്. ഇവിടെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഓട്ടോ ഫിൽഡായിട്ട് വന്നിട്ടുണ്ടാവും. ഒന്ന്, നെയിം ഓഫ് ആപ്ലിക്കന്റ്, ഡെസിഗ്നേഷൻ, ഇതെല്ലാം ഉണ്ട്. EL എത്ര ഉണ്ടെന്ന് നോക്കുക. EL ക്രെഡിറ്റ് ഇവിടെ 50 EL ഉണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇത് 25 ഉള്ളുവെങ്കിൽ നമുക്ക് 25 എണ്ണമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സറണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി അയാൾക്ക് ചിലപ്പോൾ 25 കൂടുതൽ അല്ലെങ്കിൽ 30 കൂടുതൽ ലീവ് ഉണ്ടായിരിക്കും. അത് സ്പാർക്ക് കാൽക്കുലേഷനിൽ ഉണ്ടായ മിസ്റ്റേക്ക് ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് ഉണ്ടല്ലോ, നമ്മൾ അവരുടെ ലീവ് അക്കൗണ്ടിൽ പോയി EL അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ലീവ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ അതിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. 50 ലീവ് ഉണ്ട്, നമുക്ക് 30 എണ്ണമാണ് സറണ്ടർ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് സറണ്ടർ ചെയ്യേണ്ട എത്ര ലീവ് ഉണ്ട് അതിന്റെ നമ്പർ ഓഫ് ഡേയ്സ് മാത്രം നമുക്ക് കൊടുത്താൽ മതിയാവും. ഇവിടെ നോക്കുക, സറണ്ടർ ടൈപ്പ് 2 രീതിയിലുണ്ട്. ഒന്ന് റെഗുലർ പീരിയോഡിക്കൽ സറണ്ടർ, നമുക്ക് വർഷാവർഷം സറണ്ടർ ചെയ്യാൻ കഴിയുന്നത്. മറ്റൊന്ന് LTC സറണ്ടറാണ്. നമ്മളിവിടെ റെഗുലർ പീരിയോഡിക്കൽ സറണ്ടറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമ്മൾ കൊടുക്കുന്നു 30 ദിവസം 30. അതിനുശേഷം ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് നമ്മളൊന്ന് ടിക്ക് ചെയ്യുന്നു. അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ നൽകുകയാണ്. ആർ യു ഷുവർ ടു സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ? ഓക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയുമാണ് പേഴ്സണൽ ലോഗിനിൽ കയറിയിട്ട് ഏൺ ലീവ് സറണ്ടറിന് അപ്ലൈ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ. ഒരുപക്ഷെ എല്ലാ ജീവനക്കാർക്കും തങ്ങളുടെ പേഴ്സണൽ ലോഗിനിൽ കയറി EL സറണ്ടറിനുള്ള അപേക്ഷ നൽകാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം എല്ലാവർക്കും അത് അറിയണമെന്നില്ല. അപ്പോൾ അങ്ങനെ അറിവില്ലാത്ത ആ ജീവനക്കാരെ സഹായിക്കുക എന്നത് ഒരു ഓഫീസിലെ എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്കിന്റെ കടമയും ഉത്തരവാദിത്വമാണെന്ന് വർക്കിംഗ് ക്ലാസ് വിശ്വസിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ലോഗിനിൽ കയറി ഒരു ക്ലർക്കിന് ഒരു ജീവനക്കാരന്റെ EL സറണ്ടറിനുള്ള അപേക്ഷ നൽകാമെന്ന് നോക്കാം. അതിനായി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലർക്കിന്റെ ലോഗിനിൽ കയറാൻ പോവുകയാണ് സ്പാർക്കിൽ. ഇവിടെ ഒരു ക്ലർക്കിന്റെ ലോഗിനിലേക്ക് ഞാൻ സൈൻ ഇൻ ചെയ്യുകയാണ്. ഇതാണ് ആ സ്ഥാപനത്തിലെ ക്ലർക്കിന്റെ പേജ്. ഇതിൽ ഏറ്റവും താഴെ ഇവിടെ ലീവ് സറണ്ടർ എന്ന് കാണാം. ഇവിടെ ലീവ് സറണ്ടർ ആപ്ലിക്കേഷനും കാണാം. അപ്പോൾ നമ്മൾ ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, സെൽഫ്, അതേഴ്സ്. ഒന്നുകിൽ ആ ക്ലർക്കിന്റെ സ്വന്തം ELS ആപ്ലിക്കേഷൻ വേണമെങ്കിൽ സെൽഫ് ടിക്കായി കിടക്കട്ടെ. മറ്റൊരു സ്റ്റാഫിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ മറ്റൊരു സ്റ്റാഫിന് വേണ്ടിയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ അതേഴ്സ് എന്ന് കൊടുക്കുന്നു. അതേഴ്സ് നമ്മൾ ടിക്ക് ചെയ്തു. ഇനി നമ്മൾ ആ എംപ്ലോയിയുടെ പെൻ നമ്പർ കൊടുക്കാൻ പോവുകയാണ്. പെൻ നമ്പർ കൊടുത്തു, ഗോ കൊടുത്തു. ഇപ്പോൾ ആ എംപ്ലോയിയുടെ പേജിലേക്ക് വന്നിരിക്കുന്നു. ആ എംപ്ലോയിക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഏൺ ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ പേരുണ്ട്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിൽ 88 ലീവ് ഉണ്ട്. ആസ് ഓൺ ഡേറ്റ് 31/3/2024 ആണ്. ആ ഒരു ഡേറ്റിലാണ്, അതായത് 31/3/2024 എന്ന് പറഞ്ഞ ഡേറ്റിൽ ഇദ്ദേഹത്തിന്റെ EL ക്രെഡിറ്റ് എത്രയാണ്? 88 ആണ്. ഇദ്ദേഹത്തിന്റെ ക്രെഡിറ്റിൽ 88 ഏൺ ലീവ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ തൽക്കാലം. എന്തായാലും 88 ഉണ്ടല്ലോ. ഇനി നമുക്കിതിൽ നിന്ന് 30 കുറച്ചാൽ മതി. അപ്പോൾ 30 ലീവ് നമ്മൾ സറണ്ടർ ചെയ്യാൻ പോകുന്നു. 30 ഇവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ ഈ ഡിക്ലറേഷൻ നമ്മൾ ടിക്ക് ചെയ്യുന്നു. ഡിക്ലറേഷൻ ടിക്ക് ചെയ്തു. സബ്മിറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുകയാണ്. സബ്മിറ്റ് ആപ്ലിക്കേഷൻ, ആർ യു ഷുവർ ടു സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ചോദിക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷൻ DDOയുടെ ലോഗിനിൽ എത്തിയിട്ടുണ്ട്. DDO ആണ് ഇത് അപ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ പോകേണ്ടത് എവിടെയാണ്? DDOയുടെ ലോഗിനിലേക്കാണ്. അപ്പോൾ നമുക്ക് DDOയുടെ ലോഗിനിലേക്ക് കയറാം. ഇപ്പോൾ ഞാനുള്ളത് DDOയുടെ ലോഗിനിലാണ്. DDOയുടെ ലോഗിനിൽ തന്നെ സർവീസ് മാറ്റേഴ്സ്, ലീവ് സറണ്ടർ, വെരിഫൈ ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ, ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാൻ പോവുകയാണ്. ഇത് പേരുണ്ട്, റെഗുലർ സറണ്ടർ, എഫക്റ്റീവ് ഡേറ്റ്, ഫോർവേഡഡ് ഓൺ എല്ലാം ഉണ്ട്. ഡീറ്റെയിൽസ് നമ്മൾ വെരിഫൈ ചെയ്യാൻ പോകുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ വെരിഫൈ ചെയ്യാനുള്ള. പേര്, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏൺ ലീവ് ക്രെഡിറ്റ് എത്ര ഉണ്ട്? 88 ഉണ്ട്. എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു PF എന്നാണ് ചോദ്യം. യെസ് ഓർ നോ. ഇതൊരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായതുകൊണ്ട് തന്നെ നമുക്ക് PFലേക്കല്ല പോകേണ്ടത്. അപ്പോൾ നോ കൊടുക്കുക. നമുക്കത് കയ്യിൽ കിട്ടേണ്ട ക്യാഷാണ്. നമ്മളിവിടെ ഫോർവേഡഡ് എന്ന് കൊടുക്കുന്നു. ഫോർവേഡഡ്. ഇനി നമ്മൾ ഫോർവേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആർ യു ഷുവർ ടു ഫോർവേഡ്? ഇവിടെ നമുക്ക് വേണമെങ്കിൽ റിജക്ട് ചെയ്യാമായിരുന്നു. ഈ ലീവ് ഇത്രയും ഇല്ലാന്നുണ്ടെങ്കിൽ, ഇതൊരു എലിജിബിളായ എംപ്ലോയി അല്ലെങ്കിൽ നമുക്കിതിനെ വേണമെങ്കിൽ റിജക്ട് ചെയ്യാം. നമ്മളിവിടെ ഫോർവേഡ് ചെയ്യാണ്. ഓക്കെ കൊടുത്തു. ആപ്ലിക്കേഷൻ ഹാസ് ബീൻ ഫോർവേഡഡ് സക്സസ്ഫുള്ളി. ഇപ്പോൾ നമ്മുടെ DDOയുടെ ലോഗിനിൽ നിന്ന് നമ്മളിത് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? സർവീസ് മാറ്റേഴ്സിൽ കയറി ലീവ് സറണ്ടർ നമ്മൾ സാങ്ഷൻ ചെയ്യുകയാണ്. നമ്മൾ വെരിഫൈ ചെയ്തു. വെരിഫൈ ചെയ്തപ്പോൾ എല്ലാം കറക്റ്റാണ്. ഇനി നമ്മൾ സാങ്ഷൻ ലീവ് സറണ്ടർ ആണ്. അത് നമ്മൾ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വെരിഫൈഡ് ആണ്, അത് ടിക്കായി വന്നിട്ടുണ്ട്.
നമ്മൾ ഡീറ്റെയിൽസ് ഒന്നുകൂടി നോക്കുന്നു. നമ്മൾ സാങ്ഷൻ ചെയ്യാൻ പോവുകയാണ്. ചിലപ്പോൾ കൺട്രോളിംഗ് ഓഫീസർ വേറൊരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സാങ്ഷൻ ചെയ്യാതെ വിടാം. ഇവിടെ DDO തന്നെയാണ് കൺട്രോളിംഗ് ഓഫീസർ. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഫോർവേഡഡ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അപ്രൂവൽ ആണോ റിജക്ഷൻ ആണോ? നമുക്കിത് സാങ്ഷൻ ചെയ്യാമല്ലോ. നമ്മളിവിടെ അപ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്രൂവ്ഡ് കൊടുക്കുന്നു. ഇപ്പോൾ എന്ത് ചെയ്യണം? DSC നമ്മളിവിടെ ഇൻസെർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ DSC ഇൻസെർട്ട് ചെയ്തു. അപ്പോൾ ഇതുപോലൊരു കൺഫർമേഷൻ വിൻഡോ വന്നു. നമ്മളവിടെ ടോക്കൺ പാസ്വേഡ് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഒരു സാങ്ഷൻ ഓർഡർ പോപ്പപ്പ് ചെയ്ത് വരികയാണ്. ഇതിങ്ങനെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? താഴെ കൺഫേം സൈൻ എന്നുള്ള ഒരു പച്ച അടയാളം കാണാമല്ലോ. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺഫേം ചെയ്യുന്നു. അപ്പോൾ ഒരു വിൻഡോ വന്നു. ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി സാങ്ഷൻഡ്. അത് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വ്യൂ ചെയ്യാനൊരു പോർഷൻ ഉണ്ട്. അവിടെ നമ്മൾ വ്യൂ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ആ സാങ്ഷൻ ഓർഡർ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ വ്യൂ ചെയ്തു. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഇത്രയും ഡീറ്റെയിൽസ്, പേര്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏറ്റവും താഴെ വരുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും എന്ന് വരെ അതിനകത്തുണ്ട്. നമ്മളിതിനെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയാണ്. ഇത് നമ്മൾ ബില്ലിനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ വീണ്ടും ഞാൻ ക്ലർക്കിൻ്റെ ലോഗിനിൽ കടന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏൺ ലീവ് സറണ്ടർ പ്രോസസ്സ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്തൊക്കെയാണ്? ആദ്യം ആപ്ലിക്കേഷൻ കൊടുത്തു. അതിനുശേഷം DDO അതിനെ വെരിഫൈ ചെയ്തു. വീണ്ടും കൺട്രോളിംഗ് ഓഫീസർ അല്ലെങ്കിൽ DDO ആ ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ നമുക്ക് ലീവ് സറണ്ടർ സാങ്ഷൻ ചെയ്തു തന്നു. ഇനി അതുപോരല്ലോ, ഇത് പ്രോസസ്സ് ചെയ്ത് ട്രഷറി കൊടുക്കണം. അപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പോവുകയാണ്. അതിന് സാലറി മാറ്റേഴ്സ്, പ്രോസസ്സിംഗ്, സാധാരണ സാലറി പ്രോസസ്സ് ചെയ്യുന്ന പോലെ തന്നെ പ്രോസസ്സിംഗ് എടുത്തതിന് ശേഷം സാലറിക്ക് പകരമായി നമ്മൾ ലീവ് സറണ്ടർ സെലക്ട് ചെയ്യുകയാണ്. ലീവ് സറണ്ടർ സെലക്ട് ചെയ്തു. അപ്പോൾ സാങ്ഷൻഡ് മന്ത് അവിടെ കാണുന്നുണ്ട്. ഏപ്രിലാണ്. ഇയർ 2024. ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ്, DDO കോഡ്, ബിൽ ടൈപ്പ്. അദ്ദേഹം ഏത് ബിൽ ടൈപ്പിലാണ് ആ എംപ്ലോയി ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ആ ബിൽ ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏൺ ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. പേര്, എത്ര ദിവസത്തെയാണ് സറണ്ടർ ചെയ്യുന്നത് എന്നെല്ലാം കാണാം. നമ്മളിത് ടിക്ക് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, ഓഫീസ് അറ്റൻഡൻസ്, സബോർഡിനേറ്റ് സർവീസിലുള്ള മറ്റ് പാർട്ട് ടൈം കണ്ടിജന്റ് എംപ്ലോയീസ്, ഇവർക്ക് മാത്രമേ ഇത് ക്യാഷായി ഈ സറണ്ടർ വാങ്ങാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളവരുടെ എല്ലാം PF അക്കൗണ്ടിലേക്കാണ് പോകുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ലീവ് സറണ്ടർ പ്രോസസ്സിങ്ങിൻ്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. 1 മിനിറ്റിന് ശേഷം നമുക്ക് ജോബ് സ്റ്റാറ്റസ് നോക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ലീവ് സറണ്ടർ പ്രോസസ്സ് ചെയ്ത് വന്നോ നോക്കാം. നമ്മൾ സാലറി മാറ്റേഴ്സ് ചെല്ലുന്നു. ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ് നോക്കുന്നു. അവിടെ ലീവ് സറണ്ടർ നോക്കുന്നു. ലീവ് സറണ്ടർ ബിൽ ക്ലിക്ക് ചെയ്തു. ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ്, DDO കോഡ്, ഇയർ, മന്ത്, ഏപ്രിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച വ്യക്തിയുടെ ലീവ് സറണ്ടർ പ്രോസസ്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളത് സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ ബില്ലിവിടെ പ്രോസസ്സ് ആയതായി കാണുന്നുണ്ട്. സറണ്ടർ ബിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ അത് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഔട്ടറാണ് ഈ കാണുന്നത്. ഇതാണ് ആ ബില്ലിൻ്റെ ഇന്നർ പോർഷൻ. പേര്, മറ്റ് ഡീറ്റെയിൽസ്, DA, HRA എല്ലാം ചേർന്ന് 27,033 രൂപയാണ് ഇതിലെന്ത് വന്നിരിക്കുന്നത്, നമ്മുടെ ഏൺ ലീവ് സറണ്ടർ പ്രോസസ്സ് ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മളിതിനെ സേവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാം. നമ്മളിതിനെ തൽക്കാലം സേവ് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം ഇതിനെ പ്രിന്റ് എടുക്കുന്നു. പ്രിന്റ് എടുത്തതിന് ശേഷം ഇതിലൊരു സർട്ടിഫിക്കറ്റ് എഴുതാനുണ്ട്. ആ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ നൽകുന്നുണ്ട്. ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ബില്ല് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? ഇനി വേണ്ടത് ഈ ബില്ല് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പായി നമ്മൾ എന്ത് ചെയ്യണം? മേക്ക് ബിൽ ഫ്രം പേറോൾ എടുക്കുക. മേക്ക് ബിൽ ഫ്രം പേറോൾ. ഇവിടെ അക്കൗണ്ട്സിൽ, ബിൽസിൽ ചെന്നു മേക്ക് ബിൽ ഫ്രം പേറോൾ. അവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെല്ലാം അവിടെ വന്നിട്ടുണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ബിൽ നേച്ചർ എന്നുള്ളിടത്ത് ലീവ് സറണ്ടർ ആണ് സെലക്ട് ചെയ്യേണ്ടത്. സാലറി അല്ല, ലീവ് സറണ്ടർ സെലക്ട് ചെയ്യുന്നു.
സെലക്ട് ബിൽ. നമ്മളിവിടെ ഒരു ലീവ് സറണ്ടർ ബില്ലാണ് കൊടുത്തിരിക്കുന്നത്, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. മേക്ക് ബില്ല് കൊടുക്കുന്നു. ഓക്കെ. പേ ബിൽ ഹാസ് ബീൻ സക്സസ്ഫുള്ളി പ്രിപ്പയർഡ് വിത്ത് ബിൽ നമ്പർ 2151 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. മേക്ക് ബില്ലുമായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും DDOയുടെ ലോഗിനിൽ ചെന്നതിന് ശേഷം നമ്മൾ ബില്ലെടുക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. അതോടുകൂടി സ്പാർക്കിൽ ചെയ്യേണ്ട ജോലികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഔട്ടർ ബില്ലും ഇന്നർ ബില്ലും A3 പേപ്പറിൽ പ്രിന്റ് എടുത്തതിന് ശേഷം അതിനോടൊപ്പം സാങ്ഷൻ ഓർഡർ കൂടി വെച്ച് ആ A3 ആയി പ്രിന്റ് എടുത്ത ബില്ലിന്റെ ഇന്നറിൽ ഒരു സർട്ടിഫിക്കറ്റ് കൂടി എഴുതി നമ്മളത് ട്രഷറിയിൽ കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് ഇപ്പോൾ പറയാം. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയാണ്: സർട്ടിഫൈഡ് ദാറ്റ് the EL amount claimed in this bill has not been drawn or disbursed by me previously during current financial year. രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ്: the surrender of earned leave has been prepared in terms of GOP number 66/2023 fin dated 31/3/2023. ഇത് കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോ 2023 സറണ്ടറിന്റെ ഓർഡറാണ്. പുതിയ സറണ്ടർ വരുമ്പോൾ ആ ഓർഡർ ഒന്ന് മാറിയേക്കും. അപ്പോൾ അതായിരിക്കണം അവിടെ ഓർഡർ നമ്പറായിട്ട് എഴുതേണ്ടത്. ഇനി അടുത്തത്: നെസസറി എൻട്രീസ് റിഗാർഡിംഗ് സാങ്ഷനിങ് ഓഫ് ELS ആൻഡ് ലീവ് അക്കൌണ്ട് ഹാവ് ബീൻ റെക്കോർഡഡ് ഇൻ ദ സർവീസ് ബുക്ക് ഓഫ് ദ ഇൻകംബൻസ് കൺസേൺഡ്. ഇത്രയുമാണ് സർട്ടിഫിക്കറ്റ് നമ്മൾ ആ ഇന്നർ ബില്ലിൽ എഴുതേണ്ടത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമ്മൾ അടുത്ത ആഴ്ചയിലെത്തും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കമന്റ്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് കൂട്ടായി ഡിസ്കസ് ചെയ്ത് പരിഹരിക്കാവുന്നതാണ്. താങ്ക് യു.